സ്വാഗതം എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട SCRT ടെക്സ്റ്റ് ബുക്ക് ഡിസ്കഷൻ സെഷനിലേക്ക്. നമ്മൾ 6ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം ബേസിക് സയൻസിലെ ചാപ്റ്റേഴ്സാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ 2 പാഠഭാഗങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ 2-3 ദിവസത്തെ ഒരു ചെറിയൊരു ബ്രേക്ക് വന്നു അല്ലേ. അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ ഈ ചെയ്യുന്ന കുറച്ച് നമ്മുടെ സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെറിയൊരു ഡാമേജ് വന്നുകൊണ്ട് റിപ്പയറിങ്ങിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഡിലേ ആണ് അവിടെ വന്നിട്ടുള്ളത്. ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും ഉണ്ടാവും. ഓക്കെ, അത് പറയാൻ വേണ്ടി വിട്ടുപോയതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വളരെ പ്രധാനപ്പെട്ട 3ാമത്തെ പാഠഭാഗം നമുക്ക് ഇനി അതാണ് നോക്കാനുള്ളത്. 3ാമത്തെ പാഠഭാഗമായിട്ടുള്ള പൂവിൽ നിന്ന് പൂവിലേക്ക്, അഥവാ ഫ്ലവർ ടു ഫ്ലവർ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് നമ്മൾ ഇനിയിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് പൂവിൽ നിന്ന് പൂവിലേക്ക്. ഒരുപാട് ചോദ്യങ്ങൾ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വരുന്ന ഒരു സെഷൻ കൂടിയാണ് ഈ ഒരു ചാപ്റ്റർ. അപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെയാണ് പൂവ്, ഫ്ലവറിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആ പൂവിലൂടെ കടന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് പോകും ഈ ഒരു ചാപ്റ്ററിൽ. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ കാര്യങ്ങളായിട്ട് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ചാപ്റ്ററാണ് എന്നുള്ളതുകൊണ്ട് തന്നെ അത്രയും പ്രാധാന്യത്തോട് കൂടിയിട്ട് തന്നെ ഈ ഒരു ചാപ്റ്ററിനെ നിങ്ങൾ നോക്കിക്കാണോ. ഓരോ പോയിൻ്റായിട്ട് നമുക്ക് വരാം. ആദ്യം തന്നെ ഇവിടെ വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളൊരു പൂവിനെടുത്തു കഴിഞ്ഞാൽ അതിൽ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് പറഞ്ഞു പോകുന്നത്. ഓക്കെ, ഒരു ഫ്ലവർ നമ്മളിപ്പോൾ ഒരു പൂവെടുത്ത് നമുക്കറിയാമല്ലോ, നമുക്കിങ്ങനെ ഓരോ ഇതളുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൊളിച്ചിങ്ങനെ എടുത്താൽ നമുക്ക് ചെറിയ ഭാഗങ്ങൾ ഓരോന്നായിട്ട് വരും. നമ്മൾ പണ്ട് ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഭാഗങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നോക്കാം നമുക്കിതാ, ഇവിടെ ഒരു ചെമ്പരത്തി പൂവിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇത് നോക്കിയേ, അത് നോക്കുന്ന സമയത്ത് ഇവിടെ നോക്കിയേ കുറച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്തി തന്നിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കിയതാ, കേസരപുടം, ദളം, ജനിപുടം, വിതളം, പുഷ്പാസനം, അതുപോലെ പൂഞ്ഞെട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് ഉണ്ടല്ലോ. അപ്പോൾ അതെന്തൊക്കെയാണ്, അതിൻ്റെ ധർമ്മങ്ങൾ, അതെന്തൊക്കെയാണ് ഈ പറഞ്ഞ ഭാഗങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ആദ്യം പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് കാണുന്ന നോക്കി ഇവിടെ ഇതാ കേസരപുടം എന്ന് പറഞ്ഞൊരു ഭാഗമാണ് തന്നിട്ടുള്ളത്. കേസരപുടം അല്ലേ, എന്താണ് കേസരപുടം എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതുപോലെ തന്നെ ദളം, ജനിപുടം, വിതളം, പുഷ്പാസനം, പൂഞ്ഞെട്ട്, വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്, നോട്ട് ചെയ്ത് വെക്കേണ്ടത് തന്നെയാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ കേസരപുടം എന്നുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു പൂവിൻ്റെ ആൺ ലിംഗാവയവത്തെയാണ് നമ്മൾ എന്ത് പറയുക, കേസരപുടം എന്ന് നമ്മൾ പറയുക. ഒരു പൂവിൻ്റെ ആൺ ലിംഗാവയവത്തെ നമ്മൾ പൊതുവായിട്ട് പറയുന്ന പേരാണ് കേസരപുടം. ഇവിടെ തൊട്ട് താഴെ നിങ്ങൾ വന്നാൽ ഇവിടെ ബോക്സിൽ നിങ്ങൾ കാണാൻ വേണ്ടി പറ്റും. മനസ്സിലായില്ലേ? ഇവിടെ ഷഫിൾ ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഏതൊക്കെയാണെന്നുള്ളത് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയും വേണ്ടതാണ്. പൂവിലെ ആൺ ലിംഗാവയവത്തെയാണ് നമ്മൾ എന്ത് പറയുക, കേസരപുടം അഥവാ ആൻഡ്രീഷ്യം എന്നുള്ള പേരിൽ നമ്മൾ പറയുക അല്ലേ. പരാഗിയും തന്തുകവും ചേർന്നതാണ് ഈ പറയുന്ന കേസരപുടം എന്നുള്ളതാണ്. നമുക്ക് വരും പേജുകളിൽ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ടൊരു ബേസിക്കായിട്ടുള്ളൊരു പോയിന്റ് മനസ്സിലാക്കാം. പൂവിലെ ആൺ ലിംഗാവയവം എന്ന് പറയുന്നത് ഏതാണ്, കേസരപുടം. ഒരു പോയിന്റ് കിട്ടിയ ഒരു ക്വസ്റ്റ്യൻ കിട്ടി നമുക്ക്, ആൺ ലിംഗാവയവം എന്താണ്. അടുത്തത് ഇതാ, അപ്പോൾ എന്താണെന്നില്ല ഇവിടെ നിന്ന് മനസ്സിലാക്കണേ. ഇതാ കൃത്യമായിട്ടൊന്ന് നോക്കിയാൽ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. എന്താണെന്താ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ കേസരപുടം എന്താണെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ടൊന്ന് മനസ്സിലാക്കാം. ദളം എന്താണെന്നുള്ളതാണ്. ഓക്കെ, എന്താണ് ദളം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഇവിടെ കാണുന്നത് ഇതേ കാര്യം തന്നെയാണ്. നമ്മൾ ഇതൾ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അത് തന്നെയാണ് ഇവിടെ ദളം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ദളത്തിൻ്റെ ധർമ്മം എന്നുള്ളത് നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ടാവും. എന്താണ്, ഒരു പൂവിന് നിറവും മണവും ആകർഷണവും ഒക്കെ കൊടുക്കുന്ന ഒരു ഭാഗമാണ് ശരിക്കും അതിൻ്റെ ദളം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയേ, എന്താണ് ദളം എന്നുള്ളതുകൊണ്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കൃത്യമായിട്ട് നോക്കുക, പൂവിന് നിറവും മണവും ആകർഷകത്വവും നൽകുന്ന ഭാഗത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ദളം എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെ മാർക്ക് ചെയ്തിട്ടൊന്നുമില്ല, നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. പൂവിന് നിറവും മണവും ആകർഷണത്വവും കൊടുക്കുന്ന ഭാഗം അല്ലെങ്കിൽ നൽകുന്ന ഭാഗമാണ് ദളം എന്ന് പറയുന്നത്. അടുത്ത ഒരു ഭാഗത്തിലേക്ക് വരാം, ജനിപുടം. നമ്മൾ കേസരപുടം പറഞ്ഞ പോലെ തന്നെയാണ് ജനിപുടം എന്ന് പറയുന്നത്. ജനിപുടം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ കാണുന്ന ഒരു ഭാഗമാണ്. എന്തായിരിക്കും ജനിപുടം? കേസരപുടം എന്ന് വെച്ചാൽ പൂവിൻ്റെ ആൺ ലിംഗാവയവമാണ്. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് പെൺ ലിംഗാവയവമാണ് ശരിക്കും ഇത് ജനിപുടം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഒരു പൂവിൻ്റെ പെൺ ലിംഗാവയവത്തെ നമ്മൾ എന്ത് വിളിക്കും, ജനിപുടം എന്നുള്ള പേരിൽ നമ്മൾ അറിയപ്പെടുക. പൂവിലെ പെൺ ലിംഗാവയവമാണ് ശരിക്ക് ജനിപുടം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. പരാഗണ സ്ഥലം, ജനിതണ്ട്, പിന്നെയോ അണ്ഡാശയം എന്നിവയൊക്കെ ചേർന്ന ഭാഗമാണ് ശരിക്കും ജനിപുടം. ഓക്കെ, അടുത്ത ഒരു ഭാഗത്തിലേക്ക് വരാം. അടുത്ത വരുന്നത് വിതളമാണ്. വിതളം എന്തായിരിക്കും വിതളം? നിങ്ങളൊരു പൂവിൻ്റെ മൊട്ടിനെ മനസ്സിലേക്ക് എടുത്താൽ മതി. ആ ഒരു പൂമൊട്ടിനെ മനസ്സിലേക്ക് എടുത്താൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും. എന്താണ് വരിക, വിതളം എന്നുള്ളതുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ കൊടുത്തില്ല ഒരു പച്ച സാധനം ഇതിൻ്റെ താഴെ ഭാഗത്ത് നമ്മൾ കാണാറുണ്ടല്ലോ പൂവിൻ്റെ, ആ ഒരു പച്ച സാധനത്തിനാണ് ശരിക്കും വിതളം എന്നുള്ള ഒരു വാക്കുകൊണ്ട് നമ്മൾ ഒരു പേര് കൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും ശരിക്കും വിതളം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാ, മൊട്ടായിരിക്കുമ്പോൾ പൂവിനെ സംരക്ഷിക്കുന്നു, അതുപോലെ തന്നെ വിരിഞ്ഞതിന് ശേഷം ദളങ്ങളെ താങ്ങി നിർത്തുന്നു. ഈ 2 ധർമ്മങ്ങളും ശരിക്കും വിതളത്തിൻ്റെ ധർമ്മമാണ്. ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം. മൊട്ടായിരിക്കുമ്പോൾ പൂവിനെ സംരക്ഷിക്കുന്ന ഭാഗമാണ് ശരിക്കും വിതളം എന്ന് പറയുന്നത്. കാലിക്സ് എന്ന് പറയും വിതളം. ഓക്കെ, വിതളം ഇവിടെ ചിത്രം തന്നിട്ടുണ്ട്, ഈ ചിത്രം നോക്കിയാൽ മനസ്സിലാവും.
ഇതാ ഈ ഒരു പച്ച ഭാഗം ഇതാണ് വിതളം. അപ്പോൾ മൊട്ടായിരിക്കുമ്പോൾ പൂവിനെ സംരക്ഷിക്കുന്നു എന്നുള്ളതിൻ്റെ കൂടെ തന്നെ വിരിഞ്ഞതിന് ശേഷം ദളങ്ങളെ താങ്ങി നിർത്തുന്നതും ആരെന്നെയാണ്? വിതളം തന്നെയാണ്. വിരിഞ്ഞതിന് ശേഷം ദളങ്ങളെ താങ്ങി നിർത്തുന്നതും വിതളം തന്നെയാണ്. അതാണ് ഇവിടെ കൊടുത്തത്. വിരിഞ്ഞതിന് ശേഷം ഈ ഒരു ഭാഗം ഇവിടെ ദളങ്ങളെ എന്ത് ചെയ്യുന്നു? താങ്ങി നിർത്തുന്നു എന്നുള്ളൊരു ഭാഗം. ഇതാണ് വിതളം. ഓക്കെ. അടുത്ത പുഷ്പാസനം എന്ന് പറയുന്നൊരു ഭാഗമാണ്. പുഷ്പാസനം നമ്മൾ സിംഹാസനം എന്നൊക്കെ കേൾക്കാറുണ്ടല്ലോ അല്ലെ? എന്താണ്? ഇരിപ്പിടം, ഒരു ഇരിപ്പിടമാണ് അല്ലേ? അപ്പോൾ പുഷ്പാസനം എന്നുള്ളതുകൊണ്ട് അതന്നെയാണ് ഉദ്ദേശിച്ചത്. ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് വരുന്ന ഭാഗമാണ്, വിതളത്തിൻ്റെ തൊട്ട് താഴെയായിട്ട് വരുന്ന ഒരു ഭാഗമാണ് ശരിക്കും പുഷ്പാസനം. അതായത് പുഷ്പാസനം എന്ന് പറഞ്ഞാൽ പൂവിൻ്റെ ഭാഗങ്ങൾക്ക് ഇരിപ്പിടം ഒരുക്കുന്ന ആ ഒരു ഭാഗം, അതിനാണ് നമ്മൾ പുഷ്പാസനം എന്ന് പറയുക. എന്താണ് പറയുക? ഇതാ ഇവിടെ ചിത്രം കാണുക, ഈ ഒരു ഭാഗം സ്റ്റാർ പോലത്തെ നമ്മൾ എല്ലാ പൂവിൻ്റെ താഴെ ഭാഗത്ത് കാണാറുണ്ടല്ലോ, അതാണ് അതിൻ്റെ ധർമ്മം എന്ന് വെച്ചാൽ തന്നെയാണ് പൂവിൻ്റെ ഭാഗങ്ങൾക്ക് ഇരിപ്പിടം ഒരുക്കുന്നു. ആ ഇരിപ്പിടം ഒരുക്കുന്നത് ആരാണ്? പുഷ്പാസനമാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്ത പോയിന്റ് എന്താണ്? പൂഞ്ഞെട്ട്. ഏറ്റവും താഴെ ഭാഗത്തായിട്ട് കാണുക ഈ നീണ്ട താഴോട്ട് പോകുന്ന ഈ ഒരു വര, ഒരു ദണ്ട് ആകൃതിയിലുള്ള ഈ ഒരു വരയെ നമ്മൾ എന്ത് വിളിക്കും? പൂഞ്ഞെട്ട് എന്നാണ് വിളിക്കുക. പൂഞ്ഞെട്ട് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താണ് വരിക? പൂവിനെ ചെടിയുമായിട്ട് പിന്നെ എന്താണ് ബന്ധിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ, ആ ബന്ധിപ്പിച്ച് നിർത്തുന്ന ഭാഗത്തെ നമ്മൾ എന്ത് വിളിക്കും? പൂഞ്ഞെട്ട് എന്നാണ് പറയുക. അതായത് പൂവിനെ ചെടിയുമായിട്ട് ബന്ധിപ്പിച്ച് നിർത്തുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പൂഞ്ഞെട്ട് അഥവാ പെഡിസൽ എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുക. ഓക്കെ. അപ്പോൾ ഇത്രയും പോയിന്റ് നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്ത് വെക്കണം, കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ആ പേരെന്താണ്, അതിൻ്റെ ധർമ്മം എന്താണെന്നുള്ള മനസ്സിലാക്കി വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം ഇവിടെ നിന്ന് നമുക്ക് ചിലപ്പോൾ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. മനസ്സിലായില്ലേ? അടുത്ത ഒരു ഭാഗത്തിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ പൂക്കളെ കുറിച്ചാണ് നമ്മൾ പറയുന്നതെന്നില്ല, മനസ്സിലായതാ. പൂക്കളിൽ നിന്നാണ് ഫലങ്ങൾ ഉണ്ടാകുന്നത് എന്നും ഫലത്തിനുള്ളിലെ വിത്ത് മുളച്ചാണ് തൈച്ചെടികൾ ഉണ്ടാകുന്നത് എന്നും അറിയാം നമുക്ക്. ജീവിവർഗം അവയുടെ തുടർച്ച നിലനിർത്തുന്നതിന് പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് പ്രത്യുൽപാദനം. കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ജീവിവർഗം അവയുടെ തുടർച്ച നിലനിർത്തുന്നതിനായിട്ട് പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന ആ പ്രക്രിയയെ നമ്മൾ എന്ത് വിളിക്കും? പ്രത്യുൽപാദനം എന്നാണ് നമ്മൾ വിളിക്കുക അല്ലേ? പ്രത്യുൽപാദനം. സസ്യങ്ങളിൽ പ്രത്യുൽപാദനം എന്ന ധർമ്മം നിർവഹിക്കുന്നത് പൂക്കളാണ്. സസ്യങ്ങളുടെ ലൈംഗിക അവയവമാണ് പൂക്കൾ. അപ്പോൾ ഇവിടുന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം, സസ്യങ്ങളിലെ പ്രത്യുൽപാദനം എന്ന ധർമ്മം നിർവഹിക്കുന്നത് ശരിക്കും പൂക്കളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് വിളിക്കും? സസ്യങ്ങളിലെ ലൈംഗിക അവയവമാണ് പൂക്കൾ എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ. അപ്പോൾ ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കണം, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, കിട്ടിയല്ലോ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്തത് നമ്മുടെ പൂമ്പൊടിയെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരു പൂക്കൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പൂമ്പ്, ഇപ്പോൾ ചെമ്പരത്തി പൂവിനെ നമ്മൾ മുകൾ ഭാഗത്ത് കണ്ടു, അതിൻ്റെ ആ ഒരു മഞ്ഞ സാധനം ഇങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ എന്താണ് കാറ്റിന് പാറിപ്പോകുന്ന രീതിയിലോ അല്ലെങ്കിൽ നമ്മൾ കയ്യിലൊക്കെ ഇങ്ങനെ പറ്റി പിടിക്കുന്നതായിട്ട് കാണാറുണ്ട് അല്ലേ? അപ്പോൾ അത്തരത്തിൽ നമ്മൾ അതിനെ പൂമ്പൊടി എന്നാണ് വിളിക്കുക. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ പൂമ്പൊടിയെ പരാഗരേണുക്കൾ എന്നും പറയുന്നു എന്നാണ് പറയുന്നത്. പരാഗരേണുക്കൾ എന്നും നമ്മൾ പൂമ്പൊടിയെ പൊതുവെ പറയാറുണ്ട്. ആ പൂമ്പൊടി വഴിയാണ് ശരിക്കും പരാഗണമൊക്കെ നടക്കുന്നതെന്നൊക്കെ നമ്മളിപ്പം വരും പേജുകളിൽ നമ്മൾ പറയുന്നുണ്ട്. അവിടെ നിൽക്കട്ടെ. ഓക്കെ. ഇനി നമ്മളിതാ ഇവിടെ രണ്ട് കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒന്ന് ജനിപുടം, രണ്ടാമത് ഉള്ളത് കേസരപുടം. ജനിപുടം അഥവാ ഗൈനേഷ്യം, അതുപോലെ തന്നെ കേസരപുടം അഥവാ ആൻഡ്രീഷ്യം എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നോക്കാം. അണ്ഡാശയത്തിലെ ഒവ്യൂളിന് അകത്താണ് അണ്ഡം കാണപ്പെടുന്നത്. അപ്പോൾ ജനിപുടം നമുക്കെടുക്കാം. ജനിപുടം കേസരപുടം നമ്മൾ എന്താണ് തൊട്ട് മുന്നേ നമ്മൾ മനസ്സിലാക്കിയതാണ് അല്ലേ? പെൺ ലിംഗാവയവവും അതുപോലെ തന്നെ പിന്നെ എന്താണ് ആൺ ലിംഗാവയവവും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി അല്ലേ? അപ്പോൾ അതിൽ ജനിപുടത്തെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ജനിപുടം എന്ന് പറയുന്ന ഈ ഭാഗത്തെടുത്താൽ നമുക്ക് പരാഗണ സ്ഥലം, ജനിപുടത്തിൽ പരാഗണ സ്ഥലം എന്ന് വെച്ചാൽ ഇവരൊരു മാർക്ക് ചെയ്തിട്ടുണ്ട്. ജനിദണ്ട് എന്നാണ് ഇതിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? പിന്നെയോ അണ്ഡാശയം നോക്കി ശരിക്കും നോക്കണം. അണ്ഡാശയം ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തൊട്ട് താഴെ അണ്ഡാശയത്തിന് ഉള്ളിലായിട്ട് എന്തുണ്ട്? ഓവ്യൂള് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഓവ്യൂള് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൊടുത്ത ഭാഗം അണ്ഡാശയത്തിലെ ഒവ്യൂളിന് അകത്താണ് അണ്ഡം കാണപ്പെടുന്നതെന്നാണ് പറഞ്ഞത്. കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ അണ്ഡം കാണപ്പെടുന്നത് എവിടെയാണ്? അണ്ഡാശയത്തിലെ എവിടെയാണ്? ഒവ്യൂളിന് അകത്തായിട്ടാണ് അണ്ഡം കാണപ്പെടുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കും. അപ്പോൾ ജനിപുടത്തിലെ ആണ് അണ്ഡാശയം ഉള്ളത്. അപ്പോൾ ആ അണ്ഡാശയത്തിൻ്റെ അകത്തായിട്ടാണ് നമ്മൾ എന്ത് വരുന്നത്? ഒവ്യൂളുള്ളത് അല്ലേ? അണ്ഡാശയത്തിലെ ഒവ്യൂളിനും അകത്താണ് ശരിക്കും എന്ത് വരുന്നത്? അണ്ഡം കാണപ്പെടുന്നതെന്നുള്ള മനസ്സിലായി. എന്നാലും ഇങ്ങോട്ട് വന്നാൽ കേസരപുടത്തിലെ പരാഗിയിലുള്ള പരാഗരേണുക്കളിലാണ് പുംബീജം കാണപ്പെടുന്നത്. അപ്പോൾ കേസരപുടം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആൻഡ്രീഷ്യം എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചു. കേസരപുടം അതിലിവിടെ പരാഗി, അതൊരു തന്തുകം ഒക്കെ ഉണ്ട്. ഇവിടെ ആ നീളത്തിലുള്ള ദണ്ട് പോലത്തെ തന്നെ തന്തുകം എന്ന് പറയും. അതിൻ്റെ അറ്റത്തുള്ള ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ പരാഗി എന്ന് പറയുക അല്ലേ? അപ്പോൾ കേസരപുടത്തിലെ പരാഗിയിലുള്ള പരാഗരേണുക്കളിലാണ് പുംബീജം കാണപ്പെടുന്നത്. പരാഗി എന്ന് പറഞ്ഞാൽ കേസരപുടത്തിൽ അറ്റത്ത് കാണപ്പെടുന്ന ആ ഒരു ഉണ്ട പോലത്തെ ഭാഗമാണ് പരാഗി അല്ലേ? ആ പരാഗിയിലാണ് ശരിക്കും പരാഗരേണുക്കളുള്ളത്. പരാഗരേണുക്കൾ എന്ന് പറഞ്ഞാൽ പൂമ്പൊടി. ആ പൂമ്പൊടിയിലാണ് ശരിക്കും ഉള്ളത് പുംബീജം ഉള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ആ പുംബീജം നേരെ അണ്ഡാശയത്തിലെ ഈ ഒവ്യൂളിലേക്ക് വരണം. അപ്പോഴാണ് നമ്മുടെ ഫെർട്ടിലൈസേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയതാണ് മുമ്പൊക്കെ അല്ലേ? അതിലേക്ക് വരാം. അപ്പോൾ ഈ രണ്ട് പോയിന്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണം കൃത്യമായിട്ട്. അണ്ഡാശയത്തിലെ ഒവ്യൂളിനകത്താണ് ശരിക്കും അണ്ഡം കാണപ്പെടുന്നതിൻ്റെ കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഈ അണ്ഡാശയം ഒവ്യൂളൊക്കെ പിന്നെ എന്തായി മാറുന്നു എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് ആ സമയത്ത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പറയും. ഓക്കെ. അടുത്ത പോയിന്റിലേക്ക് വരാം. പൂവിൻ്റെ ഉള്ളിൽ
ശരിക്കും നോക്കണേ. ഇവിടെ നമ്മൾ ശരിക്കും നോക്കിയതാ മത്തൻ, വെള്ളരി, ചെമ്പരത്തി, പാവൽ, തെച്ചി, ശംഖുപുഷ്പം, ചെമ്പകം, പടവലം തുടങ്ങിയ പൂക്കൾ ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് നോക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ നോക്കാം എന്തൊക്കെ ഉണ്ട്. ഇവിടെ എന്തോ പറയുന്നുണ്ട് അല്ലേ. നോക്കിയതാ ഇവിടെ അരളി ചെടിയുടെ പൂക്കളാണ് കൊടുത്തിട്ടുള്ളത്. നോക്കിയേ ആ ഒരു പൂവിൽ നിന്ന് കൃത്യമായിട്ട് നോക്കി നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ആ ഒരു പൂവിൽ തന്നെ ഇതാ ഇവിടെ മാർക്കറ്റ് നോക്കി കേസരപുടം അതുപോലെ ജനിപുടം രണ്ടും ഈ ഒരു പൂവിൽ തന്നെ ഉള്ളതായിട്ടാണ് ഇവിടെ കാണിച്ചത് അല്ലേ. ഒരു പൂവിൻ്റെ തന്നെ ഇതാ കേസരപുടവും മാർക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ ജനിപുടവും മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ മത്തൻ്റെ പൂക്കൾ ഇതാ നിങ്ങൾ കൃഷിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ശരിക്കും കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുക. മത്തൻ എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പൂവിൽ കേസരപുടം മാർക്ക് ചെയ്തിട്ടുണ്ട്, മറ്റൊരു പൂവിലേക്ക് നമ്മൾ ജനിപുടം മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. രണ്ട് പൂവിലാണെന്നുള്ളത് മനസ്സിലായി. വീണ്ടും പാവലിലേക്ക് വന്നാൽ അതുപോലെ തന്നെയാണ്. ഒരു പൂവിൽ ഇതാ നോക്കിയാൽ കേസരപുടമാണ് കാണുന്നത്, എന്നാൽ മറ്റൊരു പൂവിൽ എന്ത് കാണുന്നുണ്ട്, ജനിപുടം കാണപ്പെടുന്നുണ്ട്. എന്നാൽ നേരെ തിരിച്ച് ശംഖുപുഷ്പത്തിലേക്ക് വന്നാലോ, ശംഖുപുഷ്പത്തിൽ വന്നാൽ ജനിപുടവും കേസരപുടവും ഒരൊറ്റ പൂവിൽ തന്നെ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എന്തൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാനുണ്ട്. നോക്കാം. ഇതാ ഒരേ പൂവിൽ കേസരപുടവും ജനിപുടവും കാണുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് വിളിക്കും, ദ്വിലിംഗ പുഷ്പം എന്നാണ് വിളിക്കുക. ബൈസെക്ഷൽ ഫ്ലവർ എന്ന് പറയും. അതായത് ഒരു പൂവിൽ തന്നെ കേസരപുടവും ജനിപുടവും കാണുന്നുണ്ടെങ്കിൽ ആ പൂക്കളെ നമ്മൾ എന്ത് വിളിക്കും, ദ്വിലിംഗ പുഷ്പം അഥവാ ബൈസെക്ഷൽ ഫ്ലവർ എന്നാണ് വിളിക്കുക. എന്നാൽ കേസരപുടവും ജനിപുടവും വെവ്വേറെ പൂക്കളിലായിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ അതിന് നമ്മൾ എന്ത് വിളിക്കും, ഏകലിംഗ പുഷ്പം അല്ലെങ്കിൽ യൂണിസെക്ഷൽ ഫ്ലവർ എന്ന് നമ്മൾ വിളിക്കും. അപ്പോൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ബൈസെക്ഷൽ ഫ്ലവർ അതുപോലെ തന്നെ യൂണിസെക്ഷൽ ഫ്ലവർ എന്താണെന്നില്ല മനസ്സിലാക്കി വെക്കണം. ഒരേ പൂവിൽ തന്നെയാണ് ഈ പറഞ്ഞ കേസരപുടവും ജനിപുടവും കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും, അതിനെ ബൈസെക്ഷൽ ആണ്. ഒരു പൂവിൽ തന്നെ രണ്ടും ഉണ്ടെങ്കിൽ അതിനെ ബൈസെക്ഷൽ, രണ്ടും ആൺലിംഗാവയവും പെൺലിംഗാവയവും ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ബൈസെക്ഷൽ എന്ന് പറയും, അല്ലെങ്കിൽ ദ്വിലിംഗ പുഷ്പം എന്ന് പറയും. എന്നാൽ രണ്ട് പൂക്കളിലായിട്ടാണ് കാണപ്പെടുന്നത്. അത് ഒരു ചെടിയിൽ തന്നെ ഒരു പൂവിൽ കേസരപുടം കാണുന്നു, മറ്റൊരു പൂവിൽ ജനിപുടം കാണുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് വിളിക്കുന്നു, ഏകലിംഗ പുഷ്പം. കാരണം ഓരോ പൂക്കളിലും ഓരോ ലൈംഗികാവയവം മാത്രമേ കാണുന്നുള്ളൂ, അതിലാണ് ഏകലിംഗ പുഷ്പം എന്ന് നമ്മൾ വിളിക്കുന്നത്. ആ രണ്ട് പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കണം, എല്ലാവരും നോട്ട് ചെയ്ത് നോക്കുക. അടുത്ത കാര്യം, ആൺപൂവും പെൺപൂവും. ഇതാ കേസരപുടം മാത്രമുള്ള പൂക്കൾ ആൺപൂക്കളും ജനിപുടം മാത്രമുള്ള പൂക്കൾ പെൺപൂക്കളും ആണ്. മത്തൻ, വെള്ളരി, പാവൽ, പടവലം, കുമ്പളം, തെങ്ങ്, കവുങ്ങ് തുടങ്ങിയവയിൽ ആൺപൂക്കളും പെൺപൂക്കളും ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതായത് ഇവിടെ പറയുന്ന കാര്യത്തിലേ ഉള്ളൂ. നമ്മളിപ്പോൾ പഠിച്ചു എന്താണ്, കേസരപുടം മാത്രമുള്ള പൂക്കളുണ്ട്, അതുപോലെ ജനിപുടം മാത്രമുള്ള പൂക്കളുണ്ട് അല്ലേ. നമ്മളതിനെ പഠിച്ചു ഏകലിംഗ പൂക്കൾ എന്നൊക്കെ പറഞ്ഞ പുഷ്പം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം എന്താണ്, അതിന് എക്സാമ്പിളാണ് ശരിക്കും ഈ പറയുന്ന മത്തൻ, വെള്ളരി, പാവൽ, പടവലം, കുമ്പളം, തെങ്ങ്, കവുങ്ങ് ഇതൊക്കെ ഇതിന് എക്സാമ്പിളാണ്. ഈ പറയുന്ന ഏകലിംഗ പുഷ്പങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഇതിൻ്റെയൊക്കെ പൂക്കൾ. കാരണം ഒരു പൂവിൽ ആൺലിംഗാവയവമുണ്ട്, എന്നാൽ മറ്റൊരു പൂവിലായിരിക്കും രണ്ടും ഒരു പൂവിൽ ഉണ്ടാവില്ല എന്നാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തുടങ്ങിയവയിൽ ആൺപൂക്കളും പെൺപൂക്കളും വേറെ വേറെ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ലിംഗ പുഷ്പങ്ങൾക്കായിട്ട് ഉദാഹരണങ്ങളായിട്ട് വരുന്നതാണ് എന്തൊക്കെയാണ് അവിടെ കൊടുത്ത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് നോക്കുക. മത്തൻ, വെള്ളരി, പാവൽ, പടവലം, കുമ്പളം, നമ്മൾ ഏറെക്കുറെ കൃഷി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയി അല്ലേ. മത്തൻ, വെള്ളരി, പാവൽ, പടവലം, കുമ്പളം, തെങ്ങ്, കവുങ്ങ്, അതിൻ്റെ കൂടെ തെങ്ങും കവുങ്ങും കൂടെ ഉൾപ്പെടുത്തുക. ഓക്കെ, എന്നാലും ദ്വിലിംഗ പുഷ്പത്തിന് ഉദാഹരണമായിട്ട് ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഒന്ന് അരളിപ്പൂവ്, അരളിച്ചെടിയെ നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ ശംഖുപുഷ്പം, അതൊക്കെ അതിന് ഉദാഹരണമാണെന്നുള്ള കാര്യം കൂടെ നോട്ട് ചെയ്ത് നോക്കുക. ഇനി നമ്മൾ വരുന്നത് നോക്കിയാൽ കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കണം. കുടപ്പന, കുടംപുളി, ജാതി തുടങ്ങിയ സസ്യങ്ങളിൽ ആൺമരവും പെൺമരവും ഉണ്ട്. ആൺമരത്തിൽ ആൺപൂക്കൾ മാത്രവും പെൺമരത്തിൽ പെൺപൂക്കൾ മാത്രവുമാണ് കാണപ്പെടുന്നത്. ഇത്രയും നേരം നമ്മൾ പഠിച്ച ഏകലിംഗ പുഷ്പം എന്ന് വെച്ചാൽ ഒരു ചെടിയിൽ തന്നെ പൂക്കളിൽ വിവിധങ്ങളായിട്ടുള്ള പൂക്കളുണ്ട്. ചിലത് എന്തായിരിക്കും ജനിപുടം മാത്രം കാണുന്നതും മറ്റേത് കേസരപുടം മാത്രം കാണുന്നതാണ് ഉണ്ടായത്. എന്നാൽ ചില ചെടികൾ തന്നെ അങ്ങനെയുണ്ട്. ഒരു ചെടിയിൽ ആൺപൂക്കൾ മാത്രമേ ഉണ്ടാവൂ, മറ്റൊന്നിൽ പെൺപൂക്കൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന് ഉദാഹരണമാണ് ശരിക്കും കുടപ്പന, കുടംപുളി, ജാതി. മുന്നേ നമ്മളെ വീട്ടിലുണ്ടായിരുന്നു കുടംപുളി ഉണ്ടായിരുന്നു കേട്ടോ, ഈ പറഞ്ഞ രീതിയിൽ. അപ്പോൾ ഒരൊറ്റൊരു മരം ഉണ്ടായത്, അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള ഫെർട്ടിലൈസേഷനോ കാര്യങ്ങളൊന്നും പിന്നീട് നടക്കാറില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യത്തിലേ ഉള്ളൂ. കുടപ്പന, കുടംപുളി, ജാതി തുടങ്ങിയ സസ്യങ്ങളിൽ ആൺമരവും പെൺമരവും വേറെ വേറെയുണ്ട്. ആൺമരത്തിൽ ആൺപൂക്കൾ മാത്രമേ ഉണ്ടാവൂ. മനസ്സിലായില്ലേ? കേസരപുടം മാത്രമുള്ള പൂക്കളെ ഉണ്ടാവൂ, എന്നാൽ പെൺമരത്തിൽ പെൺപൂക്കൾ മാത്രമാണ് ഉണ്ടാവാറ്. അപ്പോൾ രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ നമുക്ക് എന്തുണ്ടാവൂ, പിന്നീട് നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് ഫലങ്ങളൊക്കെ കിട്ടൂ എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അത് മനസ്സിലായി. അടുത്ത പോയിന്റ് പരാഗരേണുക്കളിൽ നിന്ന് പുംബീജം അണ്ഡാശയത്തിലെത്തി അണ്ഡവുമായി കൂടിച്ചേരണം അല്ലേ. നമ്മൾ പഠിച്ചല്ലോ നേരത്തെ. അപ്പോൾ അണ്ഡവുമായിട്ട് കൂടിച്ചേരുമ്പോഴാണ് ശരിക്കും എന്തുണ്ടാവുന്നത്, പുംബീജം അണ്ഡവുമായി കൂടിച്ചേരുന്ന പ്രവർത്തനത്തെയാണ് നമ്മൾ ബീജസങ്കലനം അഥവാ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുക അല്ലേ. ബീജസങ്കലന ശേഷം ചെടിയിൽ ഫലമുണ്ടാവും. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം, പരാഗരേണുക്കളിൽ നിന്ന് പുംബീജം അണ്ഡാശയത്തിലേക്ക് വരണം അല്ലേ. അണ്ഡാശയത്തിലേക്ക് എത്തിയിട്ട് എന്ത് ചെയ്യണം, അവിടുന്ന് അണ്ഡവുമായിട്ട് കൂടിച്ചേരണം അല്ലേ. പുംബീജം അണ്ഡവുമായിട്ട് കൂടിച്ചേരുന്ന ഈ ഒരു പ്രക്രിയ അല്ലെങ്കിൽ ഈ ഒരു പ്രവർത്തനത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക,
ഫെർട്ടിലൈസേഷൻ അഥവാ ബീജസങ്കലനം എന്ന് നമ്മൾ വിളിക്കും. അപ്പോൾ ബീജസങ്കലനം എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഈ പറഞ്ഞ പരാഗണ രേണുക്കളിൽ നിന്ന് പുംബീജം നേരെ അണ്ഡാശയത്തിലേക്ക് എത്തിയിട്ട് അണ്ഡാശയത്തിലേക്ക് എത്തണം അല്ലേ, ആ പ്രവർത്തനം. അങ്ങനെ പുംബീജം അണ്ഡവുമായിട്ട് കൂടിച്ചേരുന്ന ആ ഒരു പ്രവർത്തനത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഫെർട്ടിലൈസേഷൻ അഥവാ ബീജസങ്കലനം എന്നാണ് നമ്മൾ വിളിക്കുക. അതുകൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയതാണ്, ഇവിടുത്തെ ആൺപൂക്കളും പെൺപൂക്കളും ഉണ്ടെങ്കിൽ അവിടെ പിന്നെ ബീജസങ്കലനം നടക്കണമെങ്കിൽ എന്ത് വേണം? ആൺമരവും പെൺമരവും ഉണ്ടാവണം അല്ലേ, ഒരു തോട്ടത്തിൽ തന്നെ അടുത്തടുത്ത് ഉണ്ടാവണം, എന്നാലേ നമുക്ക് ഈ പറഞ്ഞ കാര്യം, അല്ലാതെ ഒന്ന് ഇന്ത്യയിലും മറ്റേത് അമേരിക്കയിലും ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ആ രീതിയിൽ ഉണ്ടാവണം എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഇവിടുന്ന് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ? അടുത്ത പോയിന്റ് ഇതാ, ബീജസങ്കലനം നടക്കണമെങ്കിൽ ആദ്യം കേസരപുടത്തിലെ പരാഗിയിൽ നിന്ന് പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് എത്തണം, അവിടെ നിന്ന് പുംബീജം അണ്ഡാശയത്തിൽ എത്തണം എന്നാണ് പറയുന്നത്. അതായത് ബീജസങ്കലനം നടക്കണമെങ്കിൽ ആദ്യം കേസരപുടത്തിലെ പരാഗിയിൽ നിന്ന്, കേസരപുടത്തിൽ ആ ഒരു പരാഗി ഉണ്ടല്ലോ, മഞ്ഞ ഉണ്ടോ കാര്യമില്ലേ, ആ പരാഗിയിൽ നിന്ന് പുംബീജം എന്ത് ചെയ്യണം, അല്ലെങ്കിൽ പരാഗരേണുക്കൾ എന്ത് ചെയ്യണം, പരാഗരേണുക്കൾ നേരെ പരാഗണ സ്ഥലത്തേക്ക് എത്തണം. പരാഗണ സ്ഥലം ഇതാ ഇവിടെ ഉണ്ടാവുക. ഓക്കെ, മനസ്സിലായില്ലേ? ഇതാ ഇവിടെ ഉണ്ടാവും. ഈ പരാഗണ സ്ഥലത്തേക്ക് ശരിക്കും എത്തണം. ആ പരാഗണ സ്ഥലത്ത് നേരെ എന്ത് ചെയ്യും? പുംബീജം നേരെ ഇങ്ങനെ പോയി നേരെ അണ്ഡാശയത്തിലേക്ക് എത്തും. അങ്ങനെ അണ്ഡാശയവുമായി കൂടിച്ചേരുമ്പോഴാണ് ശരിക്കും എന്തുണ്ടാവുന്നത്? ബീജസങ്കലനം അഥവാ ഈ പറയുന്ന ഫെർട്ടിലൈസേഷൻ ഉണ്ടാകുന്ന എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. അറിയുന്ന കാര്യമാണ്, എന്നാലും ഒന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. അടുത്ത പൂമ്പാറ്റ ചിറകിൽ കുറച്ച് ജീവിവർഗ്ഗങ്ങളെ കാണിച്ചിട്ടുണ്ട്. പക്ഷികളുണ്ട്, പൂമ്പാറ്റയുണ്ട്, മറ്റ് പ്രാണികൾ അല്ലെ, തേനീച്ച പോലുള്ള ജീവികളുണ്ട്. ഇതാണ് നോക്കുക, ഇവിടെ പരാഗണത്തെയാണ്, പോളിനേഷനെ കുറിച്ചാണ് പറയുന്നത്. നോക്കാം. പരാഗിൽ നിന്ന് പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതാണ് പരാഗണം. അത് നമ്മളിപ്പോൾ പഠിച്ചു അല്ലേ, പറയുമ്പോൾ കുറേ പറയുള്ളൂ അല്ലേ. നോക്കിയതാ, പരാഗിൽ നിന്ന് പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതിനെയാണ് നമ്മൾ പരാഗണം എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. പരാഗണത്തിന് സഹായിക്കുന്ന ഘടകങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പരാഗണകാരികൾ എന്ന് വിളിക്കുക. അപ്പോൾ എന്താണ് പരാഗണം എന്ന് മനസ്സിലായല്ലോ. പരാഗിൽ നിന്ന് എന്തുണ്ടാവണം? പരാഗിൽ നിന്ന് പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് എത്തിച്ചേരണം. ആ പതിക്കുന്നതിനാണ് നമ്മൾ പരാഗണം അഥവാ പോളിനേഷൻ എന്ന് നമ്മൾ വിളിക്കുക അല്ലേ. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യത്തിലേ ഉള്ളൂ, ഇത്തരത്തിലെ പരാഗണത്തിന് സഹായിക്കുന്ന ഘടകങ്ങളെ പരാഗണകാരികൾ അഥവാ പോളിനേറ്റിംഗ് ഏജൻസ് എന്നാണ് പറയുക. കാരണം എല്ലായ്പ്പോഴും ഈ പറയുന്ന പരാഗിൽ നിന്ന് പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്തേക്ക് ഇങ്ങനെ പോവില്ലല്ലോ, അതിന് കുറച്ച് ആളുകൾ വേണം. ചിലപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ചില ജീവിവർഗ്ഗങ്ങളുടെ സഹായം വേണ്ടി വരും അല്ലേ. ചിലപ്പോൾ കാറ്റിലൂടെ അത് പോകാറുണ്ട്. അങ്ങനെ പല രീതിയിൽ നടക്കും. അത്തരത്തിൽ പരാഗണത്തെ സഹായിക്കുന്ന ഘടകങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സഹായിക്കുന്ന ഘടകങ്ങളാണ് പരാഗണകാരികൾ അഥവാ പോളിനേറ്റിംഗ് ഏജൻസ് എന്ന് നമ്മൾ വിളിക്കുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ വിളിക്കുന്നത്. നോക്കാം. ഇതാ, ചേനപ്പൂവിൻ്റെ ഗന്ധം അനുഭവിച്ചിട്ടുണ്ടോ? നിങ്ങൾ തൊടിയിൽ ചേനപ്പൂവൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സ്മെല്ല് ചെയ്താൽ മതി അല്ലേ, നമ്മൾ പിന്നീട് അങ്ങോട്ട് പോയില്ല. എന്താണ് അത് അറിയാൻ നമുക്ക് ദുർഗന്ധമായിട്ടാണ് നമുക്ക് തോന്നുക. പക്ഷേ ചേനയിലും ചേമ്പിലുമൊക്കെ പരാഗണം നടത്തുന്നത് ഈച്ചകളാണ് എന്നാണ് പറയുന്നത്. ഈച്ചകളെ ആകർഷിക്കാനാണ് ഈ ദുർഗന്ധം എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. മനസ്സിലായി? അപ്പോൾ ഈച്ചകളെ ആകർഷിക്കാൻ ദുർഗന്ധമാണ് വേണ്ടത്. അപ്പോൾ ഈച്ചകളെ കൂടെ തന്നെ ഒച്ചെന്നും കാണാറുണ്ട് കേട്ടോ, ഒച്ചും കാണാറുണ്ട്. അപ്പോൾ അത് രണ്ടും ഒന്ന് മനസ്സിലാക്കി വെക്കണം. ടെക്സ്റ്റിൽ ഈച്ചകളെ കുറിച്ചാണ് പറയുന്നതെങ്കിലും ഒച്ചും കൂടെ ഈ പറഞ്ഞ ചേനയിൽ കാണാറുണ്ട്. അപ്പോൾ ചേനപ്പൂവിൻ്റെ ഗന്ധം ദുർഗന്ധമായി വരുന്നതന്നെ അത്തരത്തിൽ എന്താണ്, അവിടെ പരാഗണം നടക്കാനായിട്ട് അവിടെ പരാഗണം നടത്തുന്ന ഏജൻറ്റ്, പോളിനേറ്റിംഗ് ഏജൻറ്റ് എന്ന് വെച്ചാൽ ഈച്ചയാണ് അല്ലെങ്കിൽ ഒച്ചാണ്. ഈ പറഞ്ഞ ഇത്തരത്തിലുള്ള ജീവികളെ ആകർഷിക്കാനാണ് ഈ പറഞ്ഞ ചേനപ്പൂവിന് എന്തുള്ളത്? ദുർഗന്ധമുള്ളത് അല്ലേ. നമ്മളിപ്പോൾ നല്ല സ്പ്രേ അടിച്ച് പോകുന്ന ആലോചിച്ച് നോക്കി. അപ്പോൾ ഓരോ തരത്തിലാണ് ഓരോ ആളുകളിൽ ആകർഷണം ഉണ്ടാക്കുന്നതിൻ്റെ കാര്യം ഓർത്തിരിക്കും. അപ്പോൾ ഈച്ചകളെ ആകർഷിക്കാനാണ് ഈ ദുർഗന്ധം. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഈച്ചയെക്കുറിച്ചാണ് പറയുന്നത്, പക്ഷേ ഒച്ചും കൂടി ഉണ്ട് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. മനസ്സിലായില്ലേ? ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് നമുക്ക് വരാം. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത്തരത്തിലുള്ള ചേമ്പ് അല്ലെങ്കിൽ ചേന ഈ ഒരു ചെടിയിൽ പരാഗണം നടക്കുന്ന ഏത് വഴിയാണ്? ഒച്ച് അല്ലെങ്കിൽ ഈച്ച വഴിയാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കണേ. അടുത്തത് നമ്മളിതാ പല തരത്തിലുള്ള ചെടികളെ കുറിച്ചാണ് ഈ പറയാൻ വേണ്ടി വരുന്നത്. ഇതാ, കാറ്റിൽ ഒഴുകി അവിടെ അതിന് മുന്നൊരു പോയിന്റ് ഇതാ, പരാഗണകാരികളുടെ ശ്രദ്ധ ആകർഷിക്കാൻ പൂക്കൾക്കുള്ള പല സവിശേഷതകളും നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. അത്തരത്തിൽ പല ജീവികളെയും പലതരത്തിലാണ് ആകർഷിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇനി നോക്കാം, കാറ്റിൽ എന്താണ് കാറ്റ്? എന്താ നോക്കിയേ, ഇവിടെ നെൽച്ചെടിയുണ്ട്, അതുപോലെ കുരുമുളകുണ്ട്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. ഇതാ നോക്കാം, കാറ്റ്, ജലം എന്നിവയും പരാഗണകാരികളാണ്. നെല്ല്, ഗോതമ്പ്, ചോളം, കരിമ്പ് എന്നിവയിൽ പരാഗണം നടക്കുന്നത് കാറ്റ് വഴിയാണെന്നാണ് പറയുന്നത്. നമ്മുടെ പാടത്ത് വിപുലമായി കൃഷി ചെയ്യുന്നതാണ് എന്ത്? നെല്ല് അല്ലെങ്കിൽ ചോളം അല്ലെങ്കിൽ ഗോതമ്പ് അല്ലേ, പിന്നെ കരിമ്പ് ആണല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള പൂക്കളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ചെറിയ പൂക്കളായിരിക്കും, അതിന് ഭാരം കുറവാണ് അല്ലേ. അപ്പോൾ അതിലെ ഭാരം കുറവൊക്കെയാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അവിടെ പരാഗണം നടക്കണമെങ്കിൽ അതിനെക്കുറിച്ച് ഈ പറഞ്ഞ പോലെ പരാഗണകാരികളുണ്ട് അല്ലേ, അല്ലെ ഈ പറയുന്ന നമ്മുടെ ഏജൻസ് ഉണ്ട്. എന്താണത്? കാറ്റ്, ജലം ഒക്കെ വഴിയാണ് ഇത്തരത്തിൽ നടക്കുന്നത്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് എടുത്ത് പറഞ്ഞാൽ നെല്ല്, ഗോതമ്പ്, ചോളം, കരിമ്പ് എന്നിവയിലൊക്കെ പരാഗണം നടക്കുന്നത് ശരിക്കും കാറ്റ് വഴിയാണ്. അപ്പോൾ കാറ്റിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ ഈ പുംബീജം അണ്ഡാശയത്തിലേക്ക് എത്താൻ വേണ്ടി സഹായിക്കുന്നു അല്ലേ, കാറ്റ് വഴിയാണ് നടക്കുന്നത്. എന്നാൽ നേരെ തിരിച്ചിട്ട് കുരുമുളക് ചെടിയിൽ പരാഗണം നടക്കുന്ന ഏത് വഴിയാണ്? ജലം വഴിയാണ് കേട്ടോ, ജലം വഴിയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അത് മഴയേക്കാൾ കൂടുതൽ ഏതാണ്? മഞ്ഞുതുള്ളി വഴിയാണ് കേട്ടോ. മഞ്ഞുതുള്ളിയാണ് കുറച്ചും കൂടി കറക്റ്റ് ചെയ്ത് പറഞ്ഞാൽ മഞ്ഞുതുള്ളിയാണ്. പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ഇതൊക്കെ, പ്രീവിയസ് ക്വസ്റ്റൻസ് ആണ് ഈ പരാഗകാരികളൊക്കെ വരുന്നത്.
ഓക്കെ, പരാഗണകാരികളായി വരുന്നതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്, അപ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ കുരുമുളകിൽ പരാഗണം നടക്കുന്നത് ജലം വഴിയാണ്, മീൻസ് മഞ്ഞുതുള്ളി വഴിയാണ്. മറ്റേതിലേക്ക് നെല്ല്, ഗോതമ്പ്, ചോളം, കരിമ്പിലൊക്കെ നടക്കുന്നത് കാറ്റ് വഴിയാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ പോളിനേറ്റിംഗ് ഏജൻസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഭാരം കുറഞ്ഞ പരാഗരേണുക്കളാണെങ്കിൽ അത് ഏത് വഴിയായിരിക്കും പരാഗണം നടക്കുക? ആ പരാഗരേണുക്കൾ വരുന്നത് കാറ്റ് വഴിയായിരിക്കും അല്ലേ, കാറ്റ് വഴിയാണ് വരിക. അപ്പോൾ ഈ കാറ്റിനെ വേണം നമ്മൾ പിടിച്ചിട്ട് നേരെ ഇവിടെ കൊണ്ടിടുക. ഭാരം കുറവാണെങ്കിൽ കാറ്റ് വഴിയാണ്. വർണ്ണഭംഗിയുള്ള പൂക്കളാണെങ്കിൽ അത് അത്തരത്തിലുള്ള പൂക്കളെ ആകർഷിക്കുന്ന ഏതായിരിക്കും? ഈ പറഞ്ഞ തേനീച്ചകൾ, വണ്ടുകളൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ വർണ്ണഭംഗിയുള്ള പൂക്കളൊക്കെ ആണെങ്കിൽ നേരെ തേനീച്ചകൾ അല്ലെങ്കിൽ വണ്ടുകളൊക്കെയാണ് വരിക. രാത്രി വിരീത പൂക്കളാണെങ്കിൽ അതിൻ്റെ പരാഗണകാരികൾ ആരൊക്കെ ആയിരിക്കും? രാത്രിയാകുമ്പോൾ നിശയാണ്, അപ്പോൾ നിശാശലഭങ്ങളായിരിക്കും അല്ലേ. നിശാശലഭങ്ങളാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക, നിശാശലഭങ്ങളായിരിക്കും. ഇനിയോ ഈർപ്പത്തിലൂടെയുള്ള പരാഗണമാണ് ഉദ്ദേശിക്കുന്നത്, അത് ജലം വഴിയായിരിക്കും അല്ലെ മഞ്ഞുതുള്ളി വഴിയായിരിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി കൃത്രിമ പരാഗണത്തെക്കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. എന്തായിരിക്കും കൃത്രിമ പരാഗണം എന്ന് വെച്ചാൽ എന്താണ്? എന്തായാലും ഈ പറഞ്ഞ പുംബീജം അണ്ഡാശയത്തിലേക്ക് എത്തണം അല്ലേ. അതെത്താൻ ഓട്ടോമാറ്റിക് ഈ ഇത്തരത്തിലുള്ള പോളിനേറ്റിംഗ് ഏജൻസി വഴി നടക്കുന്നില്ലേ, നമ്മൾ എന്ത് ചെയ്യണം? കൃത്രിമമായിട്ട് അവിടെ നിന്ന് എത്തിക്കേണ്ടി വരും, അവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ കൊണ്ട് എടുക്കേണ്ടി വരും അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നോക്കിയതാ. മികച്ച വിത്തനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് ഗുണമേന്മയുള്ള ചെടിയിൽ നിന്ന് പരാഗരേണുക്കൾ ശേഖരിച്ച് മറ്റൊരു പൂവിൻ്റെ പരാഗണ സ്ഥലത്ത് വിതറാറുണ്ട്. ഇതാണ് കൃത്രിമ പരാഗണം അഥവാ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. ഒന്നുമില്ല, നമുക്ക് മികച്ച തരത്തിലുള്ള വിത്തനങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എന്ത് ചെയ്യുന്നു? ഗുണമേന്മയുള്ള ചെടിയിൽ നിന്ന് പരാഗരേണുക്കൾ നമ്മൾ ശേഖരിച്ചിട്ട് എന്ത് ചെയ്യുന്നു? മറ്റൊരു പൂവിൻ്റെ പരാഗണ സ്ഥലത്ത് വിതറി കൊടുക്കും. ഓക്കെ, അപ്പോൾ അതിനാണ് കൃത്രിമ പരാഗണം. അപ്പോൾ അത്തരത്തിലുള്ളൊരു കൃത്രിമ പരാഗണത്തിന് ഉദാഹരണമാണ് ഈ വാനില കൃഷിയൊക്കെ ചെയ്യുന്നത്. വാനില കൃഷി എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ ശരിക്കും വാനില കൃഷിയൊക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്നത് മെക്സിക്കൻ കാടുകളിലാണ്. അപ്പോൾ അവിടെ അതിൻ്റെ പോളിനേറ്റിംഗ് ഏജൻറ്റ് അതായത് പരാഗണകാരികളായിട്ട് വരുന്നത് ഒരു തരം തേനീച്ചകളാണ്. ആ തേനീച്ചൻ്റെ പേര് അല്ലെങ്കിൽ ഏത് വർഗ്ഗത്തിൽപ്പെട്ട ഏത് ഇനത്തിൽപ്പെട്ട വെച്ചാൽ മെലിപ്പോണയാണ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. മെലിപ്പോണ ഇനത്തിൽപ്പെട്ട തേനീച്ചകളാണ് ശരിക്കും ഈ മെക്സിക്കൻ കാടുകളിലൊക്കെ വളരുന്ന വാനിലയിൽ പരാഗണം നടത്തുന്നത്. എന്നാൽ അത് നമ്മുടെ നാടുകളിൽ അതൊന്നും ഇത്തരത്തിലുള്ള തേനീച്ചകളിൽ കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ കൃത്രിമമായിട്ടുള്ള പരാഗണം നടത്തി കൊടുക്കാറുണ്ട്. മനസ്സിലായില്ലേ? അതാണ് ഇവിടെ അടുത്ത സ്റ്റെപ്പ് കൊടുക്കുന്നത്. പച്ച കളർ നോക്കാം. മെക്സിക്കൻ കാടുകളിൽ വളരുന്ന വാനിലയിൽ പരാഗണം നടത്തുന്നത് മെലിപ്പോണ ഇനത്തിൽപ്പെട്ട തേനീച്ചകളാണ്. വാനില നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് കൃഷി ചെയ്യുമ്പോൾ ഈ പ്രാണികൾ ഇല്ലാത്തത് കാരണം നമുക്ക് കൃത്രിമ പരാഗണം നടത്തേണ്ടി വരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് വാനില കൃഷിയൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാവും. കൃത്രിമ രീതിയിൽ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യാറുണ്ട്? നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പരാഗരേണുക്കളൊക്കെ ശേഖരിച്ചിട്ട് അവിടെ പരാഗണ സ്ഥലത്ത് വിതറി കൊടുക്കും. ഓക്കെ, അത്തരത്തിൽ നമ്മൾ ചെയ്ത് കൊടുക്കും, ടച്ചൊക്കെ ചെയ്ത് കൊടുക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നടത്തുന്നതാണ്. അപ്പോൾ മെലിപ്പോണ എന്ന് പറയുന്നത് ഒരു ഇനം തേനീച്ചയാണെന്നുള്ളത് കൊടുത്തിരിക്കുക, മെക്സിക്കൻ കാടുകളിൽ കാണപ്പെടുന്നതാണ്. ഓക്കെ, അടുത്ത പോയിന്റ്, പരാഗരേണുക്കൾ അതേ ഇനം പൂക്കളുടെ പരാഗണ സ്ഥലത്ത് പതിക്കുമ്പോൾ മാത്രമാണ് പരാഗണം ഫലവത്താവുന്നത് അല്ലേ. പരാഗരേണുക്കൾ എന്ത് ചെയ്യണം? അതേ ഇനം പൂക്കളുടെ പരാഗണ സ്ഥലത്ത് തന്നെ പതിക്കണം. അല്ലെങ്കിൽ ഇവിടുന്ന് പരാഗരേണുക്കൾ പാറിപ്പോയിട്ട് വേറെ ഏതെങ്കിലും പൂവിൻ്റെ പോയി പതിച്ചാൽ പരാഗണം നടക്കണില്ലല്ലോ, ഇല്ല. അപ്പോൾ അതേ ഇനം പൂക്കളിൽ തന്നെ ഇത് പതിക്കണം, അപ്പോഴാണ് പരാഗണം നടക്കുന്നത് അല്ലേ. മറ്റേ ഇനം പൂക്കളുടെ പരാഗണ സ്ഥലത്ത് വീഴുന്ന പൂമ്പൊടികൾ നശിച്ചു പോകും എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും നശിച്ചു പോകും അല്ലേ. നിങ്ങളിപ്പോൾ വീടുകളിൽ വലിയ പൂക്കി ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലെ ക്യാമറ ഒക്കെ ആണെന്നുണ്ടല്ലോ, നിങ്ങൾ നല്ല രീതിയിൽ ആ പൂവിനെ കൃത്യമായിട്ട് നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യുക. ഒക്കെ പരാഗരേണുക്കളൊക്കെ കിട്ടുന്ന രീതിയിൽ നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്തിട്ട് നല്ലൊരു ഫോട്ടോ എടുത്ത് നല്ല രീതിയിൽ സൂം ചെയ്ത് നോക്കി. സൂം ചെയ്താൽ ഒരുപാട് ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ കാണാൻ പറ്റും. ഈ പരാഗരേണുക്കളെയൊക്കെ കൃത്യമായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത രീതിയിൽ പൊടിയായ രീതിയിൽ ഇങ്ങനെ വിതരൊക്കെ കാണാൻ പറ്റും. അത് നമുക്ക് നേർക്കാഴ്ചയിൽ കാണാൻ പറ്റാത്തതും കൂടെ നമുക്ക് സൂം ചെയ്യുമ്പോൾ കാണാൻ പറ്റും. ഓക്കെ, ഫോട്ടോ നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ നോക്കിയതാ 2-3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് നോക്കിയേ, സ്വപരാഗണം എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്, അതുപോലെ പരപരാഗണം എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. സ്വപരാഗണം അതുപോലെ തന്നെ പരപരാഗണം എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. നോക്കാം. സ്വപരാഗണം എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഏറോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു പൂവ് അല്ലേ, ഒരു ചെടിയാണ്, ഒരു ചെടിയിലെ ഒരു പൂവുണ്ട്. ആ പൂവിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെയുള്ള പരാഗരേണുക്കൾ നേരെ അതേ പൂവിൻ്റെ പരാഗണ സ്ഥാനത്ത് പതിക്കുന്നുണ്ട്. ആ രീതിയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് സ്വപരാഗണം? അതേപോലെ തൊട്ടടുത്തത് സ്വപരാഗണം എന്ന് വെച്ചാൽ മറ്റൊന്നുണ്ട്. ഒരേ ചെടിയാണ്, അതിൽ 2 പൂക്കളാണ് അല്ലേ. ഒരേ ചെടി തന്നെയാണ്, പക്ഷെ അതിൽ തന്നെ 2 പൂക്കൾ. അപ്പോൾ ആ ഒരു ചെടിയിൽ തന്നെ 2 പൂക്കൾ, ഒന്നാമത്തെ പൂവിലെ പരാഗരേണുക്കൾ നേരെ രണ്ടാമത്തെ പൂവിലെ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതും ആണല്ലോ. അപ്പോൾ എന്താണ് സ്വപരാഗണം എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. എന്തായിരിക്കും? ഒരു പൂവിലെ അല്ലെങ്കിൽ ഒരു ചെടിയിലെ പൂക്കൾ തമ്മിലാണ്. അപ്പോൾ എന്താണ്? ഒരു പൂവിലെയോ ഒരു ചെടിയിലെ തന്നെ വിവിധ പൂക്കളിലെയോ പരാഗരേണുക്കൾ എന്ത് ചെയ്യുന്നു? പരാഗണ സ്ഥലത്ത് പതിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്വപരാഗണം എന്ന് വിളിക്കുക. അതായത് ഒരു ചെടിയിലെ ഒരു പൂവിലെ പരാഗരേണുക്കൾ അതേ പൂവിലെ പരാഗണ സ്ഥലത്തോ അല്ലെങ്കിൽ അതേ ചെടിയിലെ മറ്റൊരു പൂവിലെ പരാഗണ സ്ഥലത്തോ പതിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പതിക്കുന്നതാണ് ശരിക്ക് സ്വപരാഗണം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു പൂവിലെ പരാഗരേണുക്കൾ അതേ പൂവിലെ പരാഗണ സ്ഥലത്തോ അതേ ചെടിയിലെ മറ്റൊരു പൂവിലെ പരാഗണ സ്ഥലത്തോ പതിക്കുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? സ്വപരാഗണം എന്ന് വിളിക്കും. എന്നാൽ നേരെ തിരിച്ച് പരപരാഗണം എന്തായിരിക്കും? കൃത്യമായിട്ട് മനസ്സിലാക്കണം. പരപരാഗണം എന്താണ് വിളിക്കുക? സ്വപരാഗണം എന്ന് വെച്ചാൽ
എന്താണെന്നില്ല മനസ്സിലായി. പരപരാഗണം എന്ന് വെച്ചാൽ എന്താണ്? വളരെ സിമ്പിളാണ്. എന്താണ്? ഒരു ചെടിയിലെ അല്ലെങ്കിൽ ഒരു പൂവിലെ പരാഗരേണുക്കൾ മറ്റൊരു ചെടിയിലെ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? പരപരാഗണം എന്ന് വിളിക്കുക, അല്ലേ? ഒരു ചെടിയിലെ ഒരു പൂവിലെ പരാഗരേണുക്കൾ മറ്റൊരു ചെടിയിലെ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതിന് നമ്മൾ എന്ത് വിളിക്കുന്നു? പരപരാഗണം എന്ന് വിളിക്കുക. അപ്പോൾ സ്വപരാഗണം പരപരാഗണം എന്താണെന്ന് മനസ്സിലാക്കണം. സ്വ എന്ന് വെച്ചാൽ ഒറ്റ ചെടി, അതിലൊരു പൂവ്, ആ പൂവിൽ തന്നെ അല്ലെങ്കിൽ അതേ ചെടിയിലെ മറ്റൊരു പൂവിൽ. എന്നാൽ പരപരാഗണം എന്താണ്? ഒരു ചെടിയിലെ ഒരു പൂവിലെ പരാഗരേണുക്കൾ തൊട്ടടുത്ത മറ്റൊരു ചെടിയിലെ മറ്റൊരു പൂവിൻ്റെ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതിനാണ് പരപരാഗണം എന്ന് നമ്മൾ വിളിക്കുക. അപ്പോൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കണം എന്നുള്ള കാര്യം ഓർമ്മിക്കുകയാണ്. അടുത്തത്, പരാഗണത്തിന് ശേഷം പുംബീജം അണ്ഡാശയത്തിലെത്തി അണ്ഡവുമായി ചേരുകയും ഫലം ഉണ്ടാവുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പരാഗണത്തിന് ശേഷം എന്താ സംഭവിക്കുന്നത്? ഈ പറഞ്ഞ പുംബീജം അണ്ഡാശയത്തിലേക്ക് എത്തുന്നുണ്ട്, അണ്ഡവുമായി ചേർന്നിട്ട് നമുക്ക് എന്തുണ്ടാകുന്നു? ഫലം ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ചോദ്യം വരണ്ട കേട്ടോ. ഫലം ഉണ്ടാകുന്നു എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവിടെ ഒവ്യൂളും ഓവറിയും ഉണ്ട്, അല്ലേ? ഒവ്യൂളും ഓവറിനൊക്കെ കുറിച്ച് നമ്മൾ നേരത്തെ കണ്ടതാണ് ചിത്രത്തിൽ. അപ്പോൾ ഈ ശരിക്ക് നമ്മളൊരു ഫലം ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഫലമായി മാറുന്നത് ശരിക്കും ഓവറിയാണ് കേട്ടോ. ഓവറിയാണ് ശരിക്കും ഫലമായിട്ട് മാറുന്നത്, മനസ്സിലായില്ലേ? അണ്ഡാശയം. എന്നാൽ നേരെ തിരിച്ച് ഒവ്യൂളാണ് ശരിക്കും എന്താവുന്നത്? വിത്തായിട്ട് മാറുന്നത്. ഫലത്തിനുള്ളിൽ തന്നെ വിത്തുകൾ കാണാറുണ്ടല്ലോ. വിത്തായിട്ട് മാറുന്നത് ഒവ്യൂളാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കണേ. അത് ചോദ്യമാണ്, പോയിൻ്റായിട്ട് വരാറുണ്ട്. നമ്മളിവിടെ ഒരു കുമ്പളപ്പൂവാണ്. കുമ്പളപ്പൂവിൻ്റെ അണ്ഡാശയം നമുക്കിതാ മനസ്സിലായി. അണ്ഡാശയം ഒവ്യൂളും ഓവർ എന്താണെന്ന് മനസ്സിലായി, അല്ലേ? അണ്ഡാശയം മനസ്സിലായി, അതിൻ്റെ ഉള്ളിൽ ഒവ്യൂൾ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ അത് പിന്നീട് ഫലമായി മാറുമ്പോൾ കുമ്പളം ഫലമായിട്ട് മാറുമ്പോൾ നമ്മളത് കട്ട് ചെയ്ത് കഴിഞ്ഞതാണ്. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ അണ്ഡാശയം നേരെ എന്തായി മാറുന്നത്? ഫലമായിട്ട് മാറി. അതാണ് ശരിക്കും ഫലമായി ഫ്രൂട്ടായിട്ട് മാറുന്നത്, മനസ്സിലായില്ലേ? അതിനുള്ളിലുള്ള ഒവ്യൂൾ തന്നെയാണ് എന്തായി മാറുന്നത്? വിത്തായിട്ട് മാറുന്നത്. അപ്പോൾ ശരിക്കും മനസ്സിലാക്കണം, നമ്മൾ ഈ പറഞ്ഞ ഫെർട്ടിലൈസേഷന് ശേഷം നമുക്കൊരു ഫലം കിട്ടിക്കഴിഞ്ഞാൽ ശരിക്കും അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അണ്ഡാശയം അഥവാ ഓവറിയാണ് എന്തായി മാറുന്നത്? ഫലമായിട്ട് മാറുന്നത്. അതിനുള്ളിൽ ഒവ്യൂളാണ് ശരിക്കും വിത്തായിട്ട് മാറുന്നതിൻ്റെ കാര്യം നോട്ട് ചെയ്ത് വെക്കണേ. കൃത്യമായിട്ട് ഏത് ഭാഗം വളർന്നാണ് വിത്ത് ഉണ്ടായതെന്ന് ഇവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഏത് ഭാഗമാണ് വളർന്നിട്ടാണ് വിത്ത് ഉണ്ടായത്? ഒവ്യൂള് വളർന്നിട്ടാണ് വിത്ത് ഉണ്ടായത്. ഏത് ഭാഗം വളർന്നാണ് ഫലം ഉണ്ടായതെന്ന് വെച്ചാൽ ഓവറി അഥവാ അണ്ഡാശയം വളർന്നിട്ടാണ് എന്തുണ്ടായത്? ഫലം ഉണ്ടായത് എന്നുള്ള കാര്യം കൂടെ നോട്ട് ചെയ്ത് വെക്കണം. ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലായത്? അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു, പുറമേ അണ്ഡാശയം ഉള്ളിൽ ഒവ്യൂൾ ഉണ്ടെന്ന് നേരത്തെ പഠിച്ചു കഴിഞ്ഞു, അല്ലേ? അപ്പോൾ ആ പുറമേ ഉള്ളത് തന്നെയാണ് ഫ്രൂട്ടായി മാറുന്നത്, അതിൻ്റെ ഉള്ളിലുള്ള ഒവ്യൂൾ തന്നെയാണ് വിത്തായി മാറുന്നത് എന്നുള്ള കാര്യം അങ്ങനെയും പഠിച്ചാൽ മതി. ഓക്കെ, ഒരു ഫലം മാത്രം എന്നുള്ള ഒരു പോയിൻ്റാണ് ഇവിടെ കൊടുക്കുന്നത്. എന്താണ് നോക്കാം നമുക്കിതാ. നോക്കിയേ, ഇവിടെ ഒരു മാമ്പൂവ് അതുപോലെ തന്നെ തക്കാളിപ്പൂവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മാമ്പൂവ് തക്കാളിപ്പൂവ് അല്ലെങ്കിൽ മാമ്പഴം അല്ലെങ്കിൽ തക്കാളിയുടെ ഒരു ചെറിയൊരു കട്ട് ചെയ്തൊരു ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് നോക്കാം നമുക്കിതാ. ഇവയിൽ ഒരു പൂവിൽ നിന്ന് ഒരു ഫലം മാത്രമാണ് ഉണ്ടാകുന്നത്. ഇത്തരം ഫലങ്ങളാണ് ലഘു ഫലങ്ങൾ അഥവാ സിമ്പിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചില ചെടികൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ഒരു പൂവിൽ നിന്ന് ഒരു ഫലം മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. ഒരു പൂവിൽ നിന്ന് ഒറ്റൊരു ഫലം. അത്തരത്തിൽ ഒരു പൂവിൽ നിന്ന് ഒരു ഫലം മാത്രം ഉണ്ടാവുന്ന ഇത്തരം ഫലങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലഘു ഫലങ്ങൾ അഥവാ സിമ്പിൾ ഫ്രൂട്ട് എന്നാണ് നമ്മൾ വിളിക്കുക. എക്സാമ്പിളാണ് മാവ് അതുപോലെ തക്കാളി. ഓക്കെ, മാമ്പഴം തക്കാളി പഴമൊക്കെ ഏതിനും എക്സാമ്പിളാണ്? ലഘു ഫലങ്ങൾക്ക് ഉദാഹരണമാണ്. ഒരു പൂവിൽ നിന്ന് ഒരു ചെടി മാത്രം, ഒരു ഫലം മാത്രം. ഓക്കെ, മനസ്സിലായില്ലേ? ഒരു പൂവ് പൂത്തു, ആ പൂവ് മാമ്പഴമായി മാറി, അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒറ്റൊന്ന് മാത്രമേ ഇരുന്ന് വരാനുള്ളൂ. അതുപോലെ തന്നെയാണ് തക്കാളി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഇവിടുന്ന് മറ്റെന്തൊക്കെയോ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. നോക്കാം, തൊട്ടടുത്തത് ഒരു പൂവിൽ നിന്ന് ഒന്നിലധികം ഫലം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത്തരം ഫലങ്ങളെ പുഞ്ചഫലം അഥവാ അഗ്രഗേറ്റ് ഫ്രൂട്ട് എന്നാണ് നമ്മൾ വിളിക്കുക. അതിന് ഉദാഹരണമാണ് പുഞ്ചഫലത്തിന് ഉദാഹരണങ്ങളാണ് സീതപ്പഴം, ബ്ലാക്ക്ബെറി, അരണമരക്കായി, അതുപോലെ അത്തരത്തിലുള്ള ഫ്രൂട്ട്സൊക്കെ ഏതിന് എക്സാമ്പിളാണ്? ഈ പറഞ്ഞ പുഞ്ചഫലങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. നോക്കിയതാ, സീതപ്പൂവ്, സീതപ്പഴം ഇവിടെ തന്നിട്ടുണ്ട്. സീതപ്പഴം അതുപോലെ അരണമരക്കായി കേട്ടോ. അരണമരക്കായി ഇത് കൂട്ടത്തോടെ കാണുന്ന ഒരു ഫ്രൂട്ടാണ് അരണമരക്കായി. അതുപോലെ ബ്ലാക്ക്ബെറി ഒക്കെ ഏതിന് എക്സാമ്പിളാണ്? ഈ പറഞ്ഞ അഗ്രഗേറ്റ് ഫ്രൂട്ട് അഥവാ പുഞ്ചഫലത്തിന് ഉദാഹരണമാണ്. അതായത് അതിന് എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ലേ? ഒരു പൂവിൽ നിന്ന് ഒന്നിലധികം ഫലങ്ങളാണ് നമുക്ക് ഉണ്ടാവുക. ഓക്കെ, ഒരു പൂവിൽ നിന്ന് തന്നെ ഒന്നിലധികം ഇതിപ്പോൾ ഒരുപാട് ഫ്രൂട്ട്സ് കൂടിച്ചേർന്ന രൂപത്തിലുള്ളത്. ഇത് ഒറ്റൊരു പൂവിൽ നിന്ന് തന്നെ വരുന്ന ഫലങ്ങളാണ് ഈ അരണമരക്കായി ഒക്കെ വരുന്നത്. അപ്പോൾ എക്സാമ്പിളാണ് സീതപ്പഴം, ബ്ലാക്ക്ബെറി, അരണമരക്കായി. ഓക്കെ, അരണമരക്കായി അതൊക്കെ പുഞ്ചഫലങ്ങൾക്ക് ഉദാഹരണങ്ങളായിട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. എന്നാൽ മറ്റൊരു പ്രത്യേകത ഒരു കാര്യം കൊണ്ട് മനസ്സിലാക്കേണ്ടതാ, പ്ലാവിൻ്റെ ഒരു പൂങ്കളിൽ 100 കണക്കിന് പൂക്കളുണ്ട്. ഇങ്ങനെ ഉണ്ടാകുന്ന ഓരോ ഫലമാണ് ചക്കച്ചുള. മനസ്സിലായി? അപ്പം നമ്മൾ ചക്ക എന്ന് പറഞ്ഞിട്ട് വലിയൊരു ഫ്രൂട്ട് കാണുന്നുണ്ട്, പക്ഷേ അത് ഒറ്റൊരു ഫ്രൂട്ടല്ല, അല്ലേ? അതിൻ്റെ ഉള്ളിൽ കാണുന്ന നമ്മൾ ഓരോന്ന് എടുക്കുന്നുണ്ടല്ലോ, അതാണ് ഓരോരോ ഫ്രൂട്ടായിട്ട് വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അത്രയും ഒരുപാട് ഫ്രൂട്ടുകളെല്ലാം കൂടിച്ചേർന്ന രൂപം മാത്രമാണ് ചക്കപ്പഴം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാ പ്ലാവിൻ്റെ ഒരു പൂങ്കുലയിൽ 100 കണക്കിന് പൂക്കളാണ് ഉണ്ടാവുക. ഒരു കുല നിങ്ങൾ ഇപ്പോൾ ഈ ഒരു ടൈമാണ്, സീസണാണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ തൊടിയിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഒരു കുലയിൽ തന്നെ 100 കണക്കിന് പൂക്കളാണ് ഉണ്ടാവുക. ആ പൂക്കൾ അങ്ങനെ ഉണ്ടാകുന്ന ഓരോ ഫലമാണ് ചക്കച്ചുള. അപ്പോൾ ആ ചക്കച്ചുളയുണ്ടല്ലോ, അതാണ് ഓരോരോ ഫ്രൂട്ട്. മനസ്സിലായില്ലേ? അതിൻ്റെ വിത്താണ് ചക്കക്കുരു. മനസ്സിലായില്ലേ? അപ്പോൾ അതിനുള്ളിലുള്ള ഒവ്യൂളാണ് ശരിക്ക് ചക്കക്കുരു. ഓവറയാണ് ശരിക്ക് ഏത് ഈ പറഞ്ഞ രീതിയിലുള്ള
സോറി ഞാൻ പറഞ്ഞ മാറിപ്പോയെന്ന് തോന്നുന്നു അല്ലേ, ഞാൻ ഇപ്പോൾ പറഞ്ഞത് തിരിഞ്ഞു പോയിട്ടുണ്ടാകും. അപ്പോൾ അവിടെ നമ്മൾ ശരിക്കും നോക്കുന്ന സമയത്ത് മനസ്സിലാവും അണ്ടാശയം അഥവാ ഓവറിയായിട്ട് വരുന്നതാണ് നമ്മുടെ ഈ പറയുന്ന ചക്കച്ചുള, അതിനുള്ളിലുള്ള വിത്ത്, ചക്കക്കുരു എന്നൊരു വലിയൊരു സാധനം ഉണ്ടല്ലോ, അതാണ് ശരിക്കും ഏത് ഓവ്യൂൾ എന്ന് പറയുന്ന സാധനം. ഓക്കെ, അത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ ക്ലിയർ ആക്കേണ്ടത്, ചക്കപ്പഴത്തിൽ ഒരു പൂവിൽ തന്നെ ഒരുപാട് അല്ലേ, ഒറ്റ കൊലയിൽ തന്നെ ഒരുപാട് പിന്നെ പൂക്കളുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഒരു പൂക്കളിൽ തന്നെ 100 കണക്കിനുണ്ട്. അപ്പോൾ 100 കണക്കിന് ചക്കച്ചുളകൾ ചേർന്നിട്ടാണ് വലിയൊരു ചക്കപ്പഴം ഉണ്ടായി മാറുന്നതെന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പോൾ അത് എക്സാമ്പിൾ ഈ മനസ്സിലായി. അപ്പോൾ അതെന്താണെന്ന് ക്ലിയർ ചെയ്യുക. ഇവയെല്ലാം ഒരു പൊതു ആവരണത്തിനുള്ളിൽ ക്രമീകരിക്കപ്പെട്ട് ഒരു ഫലം പോലെ ആവുന്നു. ഇത്തരം ഫലങ്ങളാണ് സംയുക്ത ഫലങ്ങൾ എന്ന് പറയുന്നത്. സംയുക്ത ഫലം അഥവാ മൾട്ടിപ്പിൾ ഫ്രൂട്ട് എന്ന് പറയും. അപ്പോൾ ഒരു പൊതു ആവരണത്തിലുള്ള ക്രമീകരിക്കപ്പെട്ടതാണ്, ഒരു വലിയൊരു പൊതു ആവരണത്തിലുള്ളതാണ് ഈ ഒരു അനേകം ചക്ക പഴങ്ങൾ ഇങ്ങനെ കൂടിച്ചേർന്ന് വെച്ചത്. അപ്പോൾ അത്തരത്തിൽ കൂടിച്ചേരുന്നതിന് നമ്മൾ എന്ത് വിളിക്കും? മൾട്ടിപ്പിൾ ഫ്രൂട്ട് അഥവാ സംയുക്ത ഫലങ്ങൾ എന്നാണ് പറയുക. അതിന് എക്സാമ്പിളാണ് ചക്കപ്പഴം, അതുപോലെ കൈതച്ചക്ക രണ്ടും. അത് കഴിഞ്ഞ എക്സാമ്പിളാണ്. ഒരുപാട് പൂക്കൾ കൂടിച്ചേർന്നിട്ടാണ് ഇതാ ഒരു ഫ്രൂട്ടായി മാറുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കും. അപ്പോൾ കൈതച്ചക്കയ്ക്ക് ഏതിനാണ്? സംയുക്ത ഫലങ്ങൾക്ക് എക്സാമ്പിളാണ് എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ ചെറുക്കിതാ വേഷം മാറിയവരെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. ചില സസ്യങ്ങളിൽ പൂഞ്ഞെട്ട്, പുഷ്പാസനം തുടങ്ങിയ ഭാഗങ്ങൾ വളർന്ന് ഫലം പോലെ ആവുന്നു. ഇവയാണ് കപട ഫലങ്ങൾ അഥവാ ഫോൾസ് ഫ്രൂട്ട്. എന്താണ്? ചില സസ്യങ്ങൾ ഈ പൂഞ്ഞെട്ടും പുഷ്പാസനം ഉണ്ടല്ലോ. പുഷ്പാസനം വെച്ചാൽ അതിന് താങ്ങിയെടുത്ത ഈ ഇരിപ്പിടൊരുക്കുന്ന ഭാഗമാണ്. പൂഞ്ഞെട്ട് വെച്ചാൽ ചെടിയോട് താങ്ങിയെടുത്ത് അല്ലെ, ചെടിയുമായി യോജിപ്പിക്കുന്ന ഭാഗമാണ് പിന്നെ നമ്മൾ വിളിച്ച പൂഞ്ഞെട്ട് അല്ലേ. അതുകൊണ്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു പോർഷൻസ് നമ്മൾ നേരത്തെ പഠിച്ചാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? ആ രണ്ട് ഭാഗങ്ങൾ വളർന്നിട്ട് ഫലം പോലെ ആയി മാറുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കപട ഫലങ്ങൾ അഥവാ ഫോൾസ് ഫ്രൂട്ട് എന്ന് പറയുക. അതാ ഒന്ന് കശുമാങ്ങ. അവിടെ കശുവണ്ടിയുടെ പൂഞ്ഞെട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ചെറിയൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ പൂഞ്ഞെട്ട് വളർന്നിട്ടാണ് നല്ല എന്ത് ചെയ്യുന്നത്? കശുമാങ്ങയുണ്ട്. ആ പൂഞ്ഞെട്ട് വളർന്നതാണ് ഇവിടെ ചെറിയൊരു പഴം പോലെ ഇങ്ങനെ മാറിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത്തരത്തിൽ കശുമാങ്ങ. അതിന് കൂടെ തന്നെ മറ്റൊരു എക്സാമ്പിൾ ആപ്പിളൊക്കെ ശരിക്കും ഈ ഫോൾസ് ഫ്രൂട്ടിന് എക്സാമ്പിൾ ആണെന്നുള്ള കാര്യം കൊടുത്തിരിക്കുക. ആപ്പിളിൻ്റെ നിങ്ങൾ സബർജിൽ അല്ലെങ്കിൽ സഫർജൽ എന്നൊക്കെ പറയുന്ന കാര്യമുണ്ടല്ലോ. അപ്പോൾ സഫർജലൊക്കെ ഇതിന് എക്സാമ്പിളാണ്, ഈ പറയുന്ന ഫോൾസ് ഫ്രൂട്ടിന് എക്സാമ്പിളാണ്. കപട ഫലങ്ങൾക്ക് ഉദാഹരണമാണ് ശരിക്കും പറഞ്ഞാൽ കശുമാങ്ങ, ആപ്പിൾ, സഫർജലൊക്കെ വരുന്നത് അതിന് എക്സാമ്പിളായിട്ടാണ്. അപ്പോൾ ഈ ആപ്പിൾ അതുപോലെ സഫർജലിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു മാറ്റം നോക്കിക്കോ. പുഷ്പാസനം വളർന്നിട്ടാണ് ഈ ഒരു ഭാഗം ഉണ്ടായി വരുന്നതെന്നാണ് പറഞ്ഞത്. പുഷ്പാസനം വളർന്നുണ്ടായ ഭാഗമാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ പൂഞ്ഞിട്ട് പുഷ്പാസനമൊക്കെ വളർന്നിട്ട് ഫ്രൂട്ട് പോലെ ആവുന്ന ഭാഗമുണ്ട്. അതിനാണ് നമ്മൾ കപട ഫലങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ആപ്പിളൊക്കെ നോക്കിയാൽ പുഷ്പാസനമാണ് വളർന്നിട്ടുണ്ടാവുന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഇവിടെ പറയാനുള്ളത്. പിന്നെ കാര്യമായിട്ടൊന്നുമില്ല, പൂവും പഴമൊക്കെ ബന്ധപ്പെട്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് പോയിന്റ് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. നമ്മൾ ഓരോ ദിവസം ഒരുപാട് പിന്നെ പൂക്കളെയും പ്രാണികളെയും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെ പറയുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ കൃത്യമായിട്ട് പറയുന്നത് വെച്ചാൽ എന്തൊക്കെയാണെന്നുള്ള കാര്യം മനസ്സിലായി. പൂക്കൾ എന്താണ്, അതിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് അതിൻ്റെ ഭാഗങ്ങളൊക്കെ മനസ്സിലായി. ധർമ്മങ്ങൾ എന്താണെന്നുള്ള മനസ്സിലായി അല്ലേ, ഭാഗങ്ങളും ധർമ്മങ്ങളും മനസ്സിലായി. പിന്നെ എന്താണ് ഏകലിംഗ പുഷ്പം അതുപോലെ ദ്വിലിംഗ പുഷ്പം എന്നിങ്ങനെയൊക്കെ വേർതിരിക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ക്ലിയർ ആയല്ലോ. അപ്പോൾ ചില മരങ്ങൾ തന്നെ എന്തുണ്ട്, ആൺമരങ്ങളും പെൺമരങ്ങളൊക്കെ ആയിട്ട് വേറെ ഉണ്ടെന്നൊക്കെ മനസ്സിലായി. പിന്നെ നമ്മൾ പരാഗണത്തെക്കുറിച്ച് പഠിച്ചു. സ്വപരാഗണവും പരപരാഗണവും എന്താണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റി അല്ലേ. ക്ലിയർ അല്ല. പിന്നെ പരാഗണകാരികളെ കുറിച്ച് പഠിച്ചു. അത് പറയുമ്പോൾ നമ്മൾ മറ്റേ ഈച്ചയെക്കുറിച്ചും പിന്നെ എന്താണ് കാറ്റിനെക്കുറിച്ചും ജലത്തെക്കുറിച്ചൊക്കെ പഠിച്ചു അല്ലേ. പൂമ്പാറ്റകളും അതൊക്കെ അതിൽ വരുന്നതാണ് കേട്ടോ. പരാഗണകാരികളിൽ വരുന്നതാണ്, പോളിനേറ്റിംഗ് ഏജൻസ് ആയിട്ട് വരുന്നതാണെന്നുള്ള കാര്യം കൊടുത്തിരിക്കുക. പിന്നെ അവസാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയത് ലഘുഫലം എന്താണെന്ന് മനസ്സിലായി, സിമ്പിൾ ഫ്രൂട്ട് മനസ്സിലായി, പുഞ്ചഫലം എന്നുള്ളത് നമുക്ക് മനസ്സിലായി അല്ലേ. പിന്നെയോ സംയുക്ത ഫലം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. പിന്നെ കപട ഫലം എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റി അല്ലേ. ക്ലിയർ അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അവിടെ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. എന്നിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ നോട്ട്സ് തയ്യാറാക്കി വെക്കുക. നിങ്ങൾ ക്വസ്റ്റൻ ആൻസർ ആയിട്ടൊന്നും എഴുതേണ്ട, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട്സ് ആയിട്ട് തന്നെ എഴുതിക്കോ. അത് നമുക്ക് വായിക്കുമ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. അല്ല നമ്മൾ ഇപ്പോൾ വായിക്കുമ്പോൾ ഉള്ള ക്വസ്റ്റൻ ആൻസർ പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് വായിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ആൻസർ കണക്ഷൻ കിട്ടിയെന്ന് വരില്ല. അവിടെ നോട്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് നോട്ട് തന്നെ തയ്യാറാക്കി വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കാൻ കൂടി ശ്രദ്ധിക്കണം. ക്ലിയർ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു ചാപ്റ്ററാണ്. സെഷൻ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, ലൈക്ക് ചെയ്യാം, ഫ്രണ്ട്സിൻ്റെ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത ദിവസം കാണാം നമുക്ക്. താങ്ക് യു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രാക്ടീസിങ് ക്വസ്റ്റനായിട്ട് നമ്മുടെ സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് വേണമെങ്കിൽ പെയ്ഡ് മെറ്റീരിയലാണ്, PDF മെറ്റീരിയലാണ്, സോഫ്റ്റ് കോപ്പിയാണ്, ബുക്കല്ല, പ്രിൻറ്റഡ് ബുക്കല്ല. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ, സൈക്കോളജിയൊക്കെ പഠിക്കുന്നവരാണ്, പ്രാക്ടീസ് ചെയ്ത് നോക്കാനായിട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ലാസ്റ്റ് കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്താൽ മതി, അതിൻ്റെ റിപ്ലൈ അവർ തരും. അതുപോലെ മലയാളം അത് കേട്ടറ്റിന് മാത്രമാണ്. LPUP പഠിക്കുന്നവരാണെങ്കിൽ സൈക്കോളജി പ്രാക്ടീസ് ക്വസ്റ്റ്യൻ മാത്രമാണുള്ളത്. കേട്ടറ്റിന് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സൈക്കോളജിയുടെ പിന്നെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് കിട്ടും. അതുപോലെ തന്നെ മലയാളം ലാംഗ്വേജ് കാറ്റഗറി 3 മെയിൻ മലയാളത്തിൻ്റെ എല്ലാ കാറ്റഗറിയിലുള്ള മലയാളം ലാംഗ്വേജിൻ്റെയും ക്വസ്റ്റ്യൻ വർക്കൗട്ട് നിങ്ങൾ വേണമെങ്കിൽ വാങ്ങിക്കാൻ വേണ്ടി പറ്റും. അത് PDF മെറ്റീരിയലാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കാം. ഓക്കെ, താങ്ക് യു.